ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തിക്ക് വിരുദ്ധമാകുമെന്ന് വളരെ വ്യക്തമായി തന്നെ അമേരിക്കയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതിയിലുള്ള വിരട്ടലും വിലപേശലും ബ്രിക്സ് രാജ്യങ്ങളോട് വില പോകില്ല. ഡോളറിൻ്റെ മൂല്യം ഇടിയുകയും ഡോളറിൻ്റെ വിനിമയം കുറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്തമായി എടുക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി സഹകരിച്ച് എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ ഒരു ഉണർവ് നൽകുന്ന തീരുമാനമാണ് എടുക്കുന്നത്. നമുക്കറിയാം, നിരവധിയായ സഹായങ്ങൾ ഉക്രൈൻ പോരാട്ടത്തിൽ ഇറാൻ റഷ്യയ്ക്ക് കൈമാറിയതാണ്. ഷാഹിദ് ഡ്രോണുകൾ ഉൾപ്പെടെ ഏതൊക്കെ രീതിയിലാണ് ഇറാൻ അവരാൽ കഴിയുന്ന രീതിയിൽ റഷ്യയെ സഹായിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ റഷ്യയ്ക്ക് ഒരു ആപത്ഘട്ടം വരുമ്പോൾ സഹായിച്ച ഇറാനെ തിരിച്ച് ഏതൊക്കെ രീതിയിലാണ് റഷ്യ സഹായിക്കുന്നത്? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരണ പദ്ധതി തുറന്നുകൊണ്ടിരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് റഷ്യയുടെ പരിപൂർണമായ പിന്തുണയാണ്. റഷ്യയെ ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്ക അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകും. യുദ്ധക്കെടുതികൾ അത് ചില്ലറ യുദ്ധക്കെടുതിയൊന്നുമായിരിക്കില്ല. വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ പ്രതിദിനം 7,000 കോടിയിലധികം രൂപ ഡിഫൻസിന് വേണ്ടി അമേരിക്ക ചിലവാക്കുന്നു. ഇതൊരു പക്ഷേ 15,000 കോടിയിലേക്ക്, അതായത് ഇതിൻ്റെ ഇരട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. റഷ്യയുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ചെന്നാൽ വളരെ വൈകാതെ തന്നെ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. പുതിയ സാങ്കേതിക വിദ്യകൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുണ്ട്. അമേരിക്ക എത്രയൊക്കെ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പണുകൾ ഉപയോഗിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ റഷ്യയാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കാം. ഉക്രൈനെ ശരിക്കും ഒരു പരിപൂർണ്ണ ശക്തിയെടുത്ത് റഷ്യ ആക്രമിച്ചിരുന്നെങ്കിൽ ഉക്രൈൻ എന്ന രാജ്യം ഈ ലോകത്ത് കാണില്ലായിരുന്നു. ഈ പാശ്ചാത്യ ശക്തികളുടെ മുഴുവൻ ഇടപെടലും ഉക്രൈൻ കൊടുക്കുന്ന സൈനിക സഹായവുമൊക്കെ കൊണ്ടാണ് ഇപ്പോഴും വ്ളാഡിമിർ സെലൻസ്കി പിടിച്ചു നിൽക്കുന്നത്. അതല്ലെങ്കിൽ പുട്ടിൻ്റെ മുൻപിൽ എന്നേ സാഷ്ടാംഗം അടിയറോ വെച്ചേനെ എന്നുള്ളത് നമുക്കറിയാം. വളരെ വ്യക്തമായി പറഞ്ഞാൽ ഉത്തര കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഒരു വാക്ക് പറഞ്ഞാൽ ആക്രമിക്കാൻ ഏത് നിമിഷവും തയ്യാറായി നിൽക്കുകയാണ്. അത്രയധികം കലുഷിതമാണ് മധ്യേഷ്യയിലെ സാഹചര്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഏറെക്കുറെ ഇറാന് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴുണ്ടാകുന്ന കപ്പൽ ഗതാഗതങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ എല്ലാം ഇറാൻ്റെ സാങ്കേതിക വിജയമായി തന്നെ കണക്കാക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും ദിവസങ്ങളിൽ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ നിർണായകമാണ്. ഓരോ രാജ്യങ്ങളും ഗ്യാസ് സിലിണ്ടറിൻ്റെ ദൗർലഭ്യത കൊണ്ട് തകർന്നിരിക്കുന്നു. അത് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല.